മുൻ ഇതിഹാസ നായകൻ MS ധോണിക്ക് കീഴിൽ 2011 ICC ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളായപ്പോൾ ഈ നേട്ടത്തിൽ പങ്കാളിയാവാൻ കഴിയാതെ പോയ താരമാണ് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. വിരാട് കോഹ്ലി അടക്കമുള്ള സമകാലികർ ടീമിലുണ്ടായിട്ടും ഹിറ്റ്മാന് മാത്രം വെളിയെത്തിയില്ല എന്നത് നമുക്ക് മറക്കാൻ സാധിക്കാത്തൊരു വിഷയം തന്നെയാണ്. 2007 പ്രഥമ T20 ലോകകപ്പിൽ ജേതാക്കളായ ടീം ഇന്ത്യയിൽ അംഗമായിരുന്നു രോഹിത്. എന്നിട്ടും 2011 അദ്ദേഹത്തിന് 15-അംഗ സ്ക്വാഡിൽ ഇടം നേടാനായില്ല. ഇതിന് പ്രധാന കാരണം അന്നത്തെ മുഖ്യ സെലക്ടറും ഇന്ത്യൻ ക്യാപ്റ്റനുമായ K. ശ്രീകാന്ത് ആയിരുന്നു. അന്ന് രോഹിത്തിനെ ഉൾപ്പെടുത്താത്തതിലും ഇന്ന് തനിക്ക് വിഷമമുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഇത് ശരിക്കും പറഞ്ഞാൽ കാലം തെളിയിച്ച ഒന്ന് തന്നെയാണ്. അന്ന് എന്തുകൊണ്ട് രോഹിത്തിനെ തിരഞ്ഞെടുക്കുന്നില്ല എന്നതും രോഹിത്തിനെ എന്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്തു എന്നതും വലിയൊരു ചോദ്യമായിരുന്നു. അന്ന് അതിനാരും ഉത്തരം പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നത് ചിന്തിച്ചു നോക്കൂ, അദ്ദേഹം ഉത്തരം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെയാണ് എന്ന് പറയണം. ഓരോ തവണയും ഇതിനെക്കുറിച്ച് പ്രേക്ഷകർ ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. അത്തരത്തിൽ ഒരുപാട് തവണ രോഹിത്തിനെ തന്നെ പരാമർശിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും രോഹിത് ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ പരസ്യമായി മാപ്പ് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. ദി വീക്കിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് 198 ലോകകപ്പ് വിന്നർ കൂടിയായ ശ്രീകാന്ത് 2011 ലോകകപ്പ് ടീം സെലക്ഷനെ കുറിച്ച് മനസ്സ് തുറക്കുന്നത്. രോഹിത് ശർമ്മ അന്ന് സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ യഥാർത്ഥ കാരണം അദ്ദേഹം ഇത് ആദ്യമായി വെളിപ്പെടുത്തുകയും ചെയ്തു. രോഹിത് ശർമ്മയെ അന്ന് ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തതിൽ എനിക്ക് ഇന്ന് വിഷമമുണ്ട്. കഴിഞ്ഞ വർഷം രോഹിത്തിനോട് ഞാൻ മാപ്പ് ചോദിക്കുകയും ചെയ്തിരുന്നു. മാപ്പ് ചോദിച്ചാൽ അതിന് പകരമാകില്ല, സമ്മതിച്ചു. പക്ഷെ എന്നെക്കൊണ്ട് അത് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം രോഹിത്തിനോട് മാപ്പ് ചോദിച്ചു മനഃപൂർവ്വമായിരുന്നില്ല ഞങ്ങളന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് പറഞ്ഞു. ഹാഫ് ഓൾറൗണ്ടർമാരായ താരങ്ങളെയും ഞങ്ങൾ ടീമിലെടുക്കാൻ ആഗ്രഹിച്ചു. 1983 ലോകകപ്പ് ടീമിന് സമാനമായിരുന്നു ഞങ്ങളുടെ പ്ലാനിംഗ്. അവസാനം ആരായിരുന്നു വന്ന പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയത്? അത് യുവരാജ് സിംഗ് ആയിരുന്നു. ബാറ്റും ബോളും കൊണ്ട് അവൻ ടീമിനായി പെർഫോം ചെയ്തു. ടൂർണമെന്റിലെ ചില മത്സരങ്ങളിൽ വീരാന്ത സേവാഗും സച്ചിൻ ടെണ്ടുൽക്കറും സുരേഷ് റെയ്ന തുടങ്ങിയവരും കുറച്ച് ഓവറുകൾ ബൗൾ ചെയ്തു. യൂസഫ് പട്ടാൻ പോലും ഒരു ഹാഫ് ഓൾറൗണ്ടറായി. അന്ന് നിർഭാഗ്യവശാൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായതോടെ എന്തും സംഭവിച്ചു. ഈ ഹാഫ് ഓൾറൗണ്ടർ ആശയം കാരണം പാവം രോഹിത് ശർമ്മയ്ക്ക് ടീമിൽ ഇടം കിട്ടിയില്ല. 2011 ലോകകപ്പിൽ കളിക്കാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ പാവം പയ്യന് സ്ഥാനം മിസ്സായി. ഇതാണ് ശ്രീകാന്തിന്റെ വിശദീകരണമായി പുറത്തു വരുന്നത്. അന്ന് ലോകകപ്പ് ടീമിന്റെ ഭാഗമാകാൻ തന്നെ ഭാഗ്യമുണ്ടായിരുന്നില്ലെങ്കിലും തുടർന്നുള്ള 3 ഏകദിന ലോകകപ്പിലും രോഹിത് കളിച്ചു. 2023 നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് എടുത്തു പറയാനും ഓർമ്മിക്കാനും പറ്റുന്നുണ്ട്. 2023 അത്. ധോണിക്ക് ശേഷം ഇന്ത്യയെ ലോകകപ്പ് ചാമ്പ്യന്മാരാക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന റെക്കോർഡിന് തൊട്ടരികിൽ രോഹിത് എത്തിയിരുന്നു. പക്ഷെ ഒരു മത്സരം പോലും തോൽക്കാതെ കുതിച്ച് ഇന്ത്യ ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കലമുടക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം 2 ICC ടൂർണമെന്റുകളിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയതും രോഹിത് തന്നെയായിരുന്നു. ഇന്ത്യയെ ചാമ്പ്യന്മാരായപ്പോൾ രോഹിത് അരികിലുണ്ടായിരുന്നു. 2024 ലോകകപ്പും കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് ട്രോഫിയുമായിരുന്നു ഒപ്പം തന്നെ കൂട്ടാനുണ്ടായിരുന്നത്. പിന്നീട് ടീമിനെ നേടിത്തന്നതും അദ്ദേഹമാണ്. ഒരു മത്സരം പോലും തോൽക്കാതെയായിരുന്നു 2ലും ഇന്ത്യയുടെ കിരീടധാരണം എന്നുകൂടി നമ്മൾ ഓർമ്മിച്ചേ മതിയാകൂ. ഇതെല്ലാം രോഹിത് കാരണമാണെന്ന് കൂടി നമുക്ക് മറക്കാതിരിക്കാൻ സാധിക്കാം.